ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ ഗെയിമർ. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പുതിയ വീഡിയോ ആണ്. ഞാൻ ഇന്നെത്തിയിരിക്കുന്നത് യൂറോ ട്രക്ക് സിമുലേറ്ററിൻ്റെ മറ്റൊരു മോഡൽ വീഡിയോ ആയിട്ടാണ്. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് ഒരു ബെൻസ് നമുക്ക് കിട്ടി, അതിനു മുമ്പ് നമുക്കൊരു BMW കിട്ടി. ആൻഡ് ഇന്ന് നമുക്കതിൻ്റെ അടുത്തൊരു പാർട്ടായിട്ട് വേറൊരു വണ്ടിയായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണുന്ന ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണിൻ്റെ വിളിക്കുക. അതുപോലെ തന്നെ കൂട്ടുകാർക്കൊണ്ട് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇത് നിറയെ തപ്പിയിട്ടാണ് ഈ വണ്ടിയൊക്കെ കൊണ്ടുവരുന്നത്. കാരണം ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന ഉള്ള ഈ ഒരു വേർഷനകത്ത് ഒരു വണ്ടി പോലും കിട്ടത്തില്ല. എന്തായാലും ഞാൻ കുറേ തപ്പിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സോ നമ്മുടെ വണ്ടി എന്തായാലും ഞാൻ കാണിച്ചു തരാം. ഞാൻ കൂടുതൽ വലിച്ചിടുന്നില്ല, മാക്സിമം ഞാൻ വീഡിയോ ചെറുതാക്കി ചെയ്യുന്നത്. അപ്പം ഇതാണ് നമ്മുടെ വണ്ടി. BMW തന്നെയാണ് നമുക്ക് ഈ പ്രാവശ്യം വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു വണ്ടിയാണ്. 320i ആണ് നമ്മുടെ കിട്ടിയിരിക്കുന്ന വണ്ടി. അപ്പം കൊള്ളാം, സെറ്റാണ്. അപ്പം നമ്മുടെ വണ്ടി ഒന്ന് പുറത്തേക്ക് എടുക്കട്ടെ. ഓക്കെ, നമ്മുടെ വണ്ടി പുറത്തെത്തിയിട്ടുണ്ട്. ആൻഡ് വണ്ടിയുടെ ആദ്യം പുറത്തെ സ്ഥലം കാണിച്ചു തരാം. അത്യാവശ്യം നല്ല ലുക്കാണ് വണ്ടിക്കുള്ളത്. അതുപോലെ അകത്തെ ഇൻറ്റീരിയർ നൈസാണ്. മാനുവലാണ് ഞാൻ എടുത്തിട്ടിരിക്കുന്നത്. എന്താ കാര്യം തമ്മിലറിയാം. മുകളിൽ ഒരു ഹോള് മാത്രം കാണും, പക്ഷെ അകത്തേക്ക് ഒന്നും ഇല്ല. കുഴപ്പമില്ല. ഓക്കെ, ഹോൺ കൊള്ളാം, നല്ല ഹോൺ. സോ ഹോണിൻ്റെ വണ്ടിയാ. ഓക്കെ, നിങ്ങൾക്ക് ഇപ്രാവശ്യം സൗണ്ട് വളരെ കുറവായിട്ട് കേൾക്കുള്ളൂ എന്നാണ് വിശ്വാസം. എനിക്ക് അറിഞ്ഞൂടാ. കുഴപ്പമില്ലാത്തൊരു സൗണ്ട് ആയിരിക്കണം വരേണ്ടത്. ഞാൻ ഇച്ചിരി കൂടെ സൗണ്ട് കുറയ്ക്കാം. കാരണം ചിലപ്പോൾ നിങ്ങൾ പറയുമ്പോൾ ഞാൻ ഇടുന്ന കാരണം നിങ്ങൾക്ക് വോയിസ് അത്രയ്ക്ക് എൻ്റെ വോയിസ് ക്ലിയർ ആവണമെന്നില്ല. അതിന് വണ്ടി ഇടിച്ചെടുക്കാം. ഈ വണ്ടി ഞാൻ ഓടിച്ചിട്ട് എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ കൺട്രോളിങ് സെറ്റായിട്ടാണ് വന്നത്. കാരണം നല്ലൊരു കൺട്രോളിങ് ആണ് ഈ വണ്ടിക്കുള്ളത്. എടാ, ഞാൻ ഓഫാക്കി കളഞ്ഞ വണ്ടി. നല്ലൊരു വണ്ടിക്ക് നല്ലൊരു ഇതുണ്ട് കേട്ടോ. വണ്ടിയുടെ എൻജിൻ കൺട്രോൾ നൈസാണ് വണ്ടിക്കുള്ളത്. അതുപോലെ വണ്ടിയുടെ ഒരു എന്താ പറയുക, ഒരു പുള്ളുണ്ട് വണ്ടിക്കല്ല. സോ നമുക്ക് ഇവിടുന്ന് 250 കിലോമീറ്റർ പോകണം. വണ്ടിയുടെ ഫുൾ സ്പീഡ് പറഞ്ഞത് 240 നമുക്ക് അത്ര എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നല്ല റോഡ് കിട്ടിയാൽ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അയ്യോ വളക്കണേ. ഞാൻ തന്നെയാണോ ഓടിച്ചിപ്പം? കഴിവുണ്ട് സെറ്റായിട്ട്. ഞാൻ വണ്ടി ഓടിച്ച് എക്സ്പേർട്ടായി. ഏതാ BMW ബെൻസൊക്കെ എനിക്കിനി പുഷ്പം പോലെ ഓടിക്കാം. ഓക്കെ, നമുക്ക് ഫുൾ സ്പീഡ് എടുക്കാൻ സമയമായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. എനിക്ക് അറിഞ്ഞൂടാ. 170 അത് ഞാൻ എടുത്തുള്ളൂ. കാരണം ടേണിംഗ് ആണ്. ഇനി ഞാൻ എടുത്താൽ വണ്ടി എവിടെയെല്ലാം പോയി ഇടിക്കും. കൺഫേം. കൊള്ളാം. പക്ഷെ ഞാൻ പറയാം, വണ്ടിക്കെല്ലാം കൺട്രോൾ ഉണ്ട്. ഞാൻ ഓടിക്കുന്നതിനെ മാത്രമല്ല, വണ്ടിക്കെല്ലാം നല്ല കൺട്രോളാണ് വണ്ടിക്കുള്ളത്. അവന്മാർ നല്ലോണം പണിഞ്ഞിട്ടുണ്ട്. വണ്ടി വഴി ഇല്ല. കൊള്ളാം കേട്ടോ. ആക്ച്വലി ഇറ്റ്സ് നൈസ്. പെർഫെക്റ്റ് കൺട്രോളിങ് ആണ് വണ്ടി. ഇത്ര സ്പീഡിൽ പോയിട്ട് വണ്ടി ഞാൻ ഇടിക്കാണ്ട് കൊണ്ടുപോകുന്ന പറഞ്ഞ ഇച്ചിരി, ഞാൻ ഓടിച്ചിട്ട് വണ്ടി ഇടിക്കാണ്ട് പോകുന്ന ഇച്ചിരി ഇതാണ്. അയ്യോ, ഓക്കെ, ഇടിച്ചിരുന്നുള്ള പ്രശ്നം വേണ്ട. അതെന്റെ കുഴപ്പമായിരുന്നു. ഐ അക്സെപ്റ്റ്. $160, $170, $180, $190, $97, അതിനപ്പുറത്തേക്കില്ലേ, 98, 200 ഏറി. 240 അവന്റെ സ്പീഡ് കാണിക്കുന്നത്. പക്ഷെ 201 വല്ല കയറ്റമൊന്നും കാണുന്നില്ല. 202 ഇല്ല, വളമായിരി. ഇനി ഞാൻ സ്പീഡ് പോകാൻ ഭയങ്കര പണിയാക്കും. വളമാണ് ശരി. ഞാൻ പറഞ്ഞില്ലേ, നല്ലൊരു കൺട്രോളിങ് ഉണ്ട്. ശരിക്കും നല്ല കൺട്രോളിങ് ആണ് ഈ വണ്ടി കിട്ടിയത്. ഞാൻ ഈ യൂറോ ട്രക്കിനകത്ത് ഓടിച്ചതിനകത്ത് കുറച്ച് ബെസ്റ്റ് കൺട്രോളിങ് ആയിട്ടുള്ള ഒരു വണ്ടി ഇതാണ് കേട്ടോ. സത്യം പറയാം. ലൈക്ക് കാർ ഓടിച്ചതിനകത്തൊക്കെ ഞാൻ
ഇത് മാത്രമല്ല, ഒരുപാട് പ്രാവശ്യം യൂറോ ട്രക്കിന്റെ പഴയ വേർഷൻസിനകത്ത് കളിച്ചതിനകത്ത് കുറെ മോഡ്സ് എടുത്തിട്ടുണ്ട്. അതിനകത്ത് എല്ലാ വേർഷൻസിലെയും വണ്ടികൾ ഞാൻ ഓടിച്ചു നോക്കിയിട്ടുണ്ട്. മിക്ക വണ്ടികളും ഞാൻ ഓടിച്ചു നോക്കിയിട്ടുണ്ട്. പക്ഷെ ഇത് സെറ്റാണ്. അതിനകത്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് മാത്രമാണ്. മറ്റേതൊന്നും കൺട്രോളൊന്നും ഇത്രയൊന്നും ഇല്ലായിരുന്നു. ഇത് നൈസായിട്ടാണ് അവർ കൺട്രോളിങ് ഹാൻഡ്ലിംഗ് ഒക്കെ സെറ്റ് ചെയ്തത്. നല്ല ഹാൻഡ്ലിംഗ് ആണ് വണ്ടിക്കുള്ളത്. ഇവിടുത്തെ പിന്നെ എൻ്റെ ഈ ഇടിച്ചൊക്കെ ഞാനായിട്ടോട്ട് ഇടിപ്പിച്ചാണ്. അതെൻ്റെതാ. ഞാൻ കുറച്ചും കൂടെ വളക്കണ്ടായിരുന്നു, കുഴപ്പമില്ല. ഓക്കെ, ശാന്തമായിട്ടുള്ള റോഡ്. പക്ഷെ ഇങ്ങനെ ഓടിക്കുകയാണെങ്കിൽ വണ്ടി എവിടെയും ഓടിക്കും. ഇനി ഇങ്ങനെ ഇട്ട് ഓടിക്കാൻ എനിക്ക് അറിയത്തില്ല. ഇതിനകത്ത് സ്പീഡിൽ പോകാൻ പറ്റില്ല അപ്പം എനിക്ക്. സോ ഞാൻ നമ്മുടെ അകത്തിട്ട് തന്നെ ഓടിക്കുക നല്ലത്. അതാണ് ഇച്ചിരി കൂടെ എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നുന്നത്. ഫുൾ സ്പീഡ്. ഇപ്രാവശ്യം എനിക്കൊന്ന് 200 കേട്ടോ ഇതിന്റെ ഫുൾ സ്പീഡ് തോന്നുന്നത്. 200 മോളെ കയറുന്നേ ഇല്ല വണ്ടി. 200 മറ്റേ 202 ഫുൾ സ്പീഡ് തോന്നുന്നു. അതിന് മുകളിലേക്ക് വണ്ടി കയറുന്നില്ല. 206 കയറി. സോറി, മൈ ബാഡ്. മിക്കവാറും 210 ആയിരിക്കും ഫുൾ സ്പീഡ്. അത് 240 മുഴുവൻ കയറുമോ? പക്ഷെ ഇനി കയറി കഴിഞ്ഞാൽ ചെയ്യത്തില്ല. കൊള്ളാം കേട്ടോ. ഈ ഒരു സ്പീഡിലൊക്കെ ഞാൻ ഇതുവരെ വണ്ടി മര്യാദ ഇങ്ങനെ ഓടിച്ചിട്ടില്ല, ഇടിക്കാണ്ട്. അയ്യോ, അഹങ്കാരം മാറി കിട്ടി. സെറ്റ്. 46%. കുഴപ്പമില്ല. നമുക്ക് ഇപ്രാവശ്യം ഈ വണ്ടികളൊക്കെ ഇനിയിപ്പം എത്ര ഇടിച്ചു കൊണ്ടിട്ടാലും കുഴപ്പമില്ലാത്ത വണ്ടിയാണ്. ടെസ്റ്റിന് വന്നിരിക്കുന്ന വണ്ടി നമുക്ക്. അപ്പം വണ്ടി സെറ്റാണ്. കൊള്ളാം, വണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ടു. സോ നമുക്കിനിപ്പോൾ 110 കിലോമീറ്ററും കൂടെ ഉണ്ട്. ഈസിയാണ്. ഇതൊക്കെ നിസ്സാരം, സെറ്റ് ചെയ്യാന്നേ ഉള്ളൂ. പറപ്പിച്ചു വിടുക, ഒന്നും നോക്കണ്ട. സ്റ്റില്ലി 46% ഡാമേജും വെച്ച് വണ്ടി കയറി പോണ കണ്ടോ നിങ്ങൾ? ഏതാ 180 കിട്ടും ആ 40% ഡാമേജ് വെച്ച്. അപ്പൊ അതിനെ ഫുൾ സ്പീഡ് 240 കയറുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കൊള്ളാം കേട്ടാ. 200 കയറി വണ്ടി ഇപ്പോഴും. ഇത്ര ഡാമേജ് ആയിരിക്കും, ബോഡി ഡാമേജ് ആയിരിക്കും. അപ്പം സെറ്റ്. അയ്യോ, ഒരു വണ്ടി എടുത്ത് വിലയൊക്കെ അറിഞ്ഞു. 84% ഡാമേജ്. കുഴപ്പമില്ല. എനിക്കിങ്ങനെ നമുക്ക് ഇനി തൊട്ടുള്ള മോഡ്സ് ഞാൻ കുറച്ചും കൂടെ വെറൈറ്റി ആകാൻ ശ്രമിക്കുന്നുണ്ട്. എനിക്കറിയാം കേട്ടോ, കാറിന് മാത്രം ഉള്ളത് എനിക്കറിയാം. പക്ഷെ എനിക്ക് വേറെ ഒന്നും ചെയ്യാനുള്ള സമയം കിട്ടുന്നില്ല. അതാണ് ഞാനിപ്പം ഇതിനകത്തൊക്കെ അങ്ങനെ ഇരിക്കാറില്ല. അതുകൊണ്ട് വീഡിയോസിന് എണ്ണം കൂടിയപ്പോഴും ഗെയിമിൻ്റെ എണ്ണം കൂടിയപ്പോൾ ശരിയും കൂടെ സമയം എടുത്താണ് ഞാൻ ഇപ്പം ചെയ്യുന്നതെല്ലാം. അപ്പം തൽക്കാലത്തേക്ക് കുറച്ചാളും കൂടെ അഡ്ജസ്റ്റ് ചെയ്യുക. ഇങ്ങനെ കൂടെ പോട്ടെ. നമുക്ക് തൽക്കാലം ഇപ്പം ഞാനിതിപ്പോൾ എന്തായി, ഇപ്പം സ്പീഡ്. അപ്പോൾ നമുക്കിനിപ്പോൾ 40 കിലോമീറ്ററും കൂടെ ഉള്ളൂ. ആൻഡ് വണ്ടി അവിടെ കൊണ്ട് പാർക്ക് ചെയ്യുക. നമുക്കിങ്ങനെ പയ്യെ നിർത്താം. ഞാനത് മാക്സിമം ചെറിയ വീഡിയോസ് ആക്കാനാണ് ശ്രമിക്കുന്നത്. നോക്കാം അതെന്തായാലും ആവുമെന്നൊക്കെ. 170 ആണ് ഇപ്പൊ കയറുന്നത്. 80% ഡാമേജിൽ. അതിനകത്ത് എന്തായാലും എഞ്ചിൻ പണി ഉണ്ടാവും. അപ്പോഴും 164 165 കയറുന്നില്ല. 170 കയറിയല്ല, അത്രയും കയറുന്നുണ്ട്. അപ്പോഴും 19 കിലോമീറ്റർ കൂടെ, 12 കിലോമീറ്റർ കൂടെ. ഓ, അത് കണ്ടാ മറ്റേ പാഡ് ഷിഫ്റ്റർ മാറ്റിയേ. അത് കൊള്ളാം കേട്ടോ. ആക്ച്വലി അതായത് ഞാനിപ്പോ മാറ്റിയെന്ന് വെച്ചാ മറ്റേ ഡബിൾ ബ്രേക്ക്, 2 പ്രാവശ്യം ബ്രേക്ക് ചെയ്യുമ്പോൾ വണ്ടിയുടെ ഇത് കുറയും, ഗിയർ ഷിഫ്റ്റ് ആവും. അതിന്റെ ആ ഒരു RPM കയറി കേൾക്കും. നിങ്ങൾ ഇങ്ങനെ ഈ സൗണ്ട് കുറച്ചിട്ട് കേൾക്കുന്നവരാണ് ഇത്. ഞാൻ കുറച്ചിട്ടാണ് ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് കേൾക്കൂല. ഒന്ന് തിരിക്കട്ടെ. ഇപ്പൊ ഇതൊക്കെ എഞ്ചിൻ പണി കേട്ടാ. ഓ, ഏതാ ഒരു ഇടി കിട്ടിയാലേ വണ്ടി ഓണാക്കണമെന്ന് പറഞ്ഞാ.
സെറ്റ്. നമ്മൾ ഗ്യാരേജ് നമ്മളെ കൊണ്ട് എത്തിച്ചു. വണ്ടി തിരിച്ചിട്ടെ. പിന്നെ വണ്ടി ഓഫ് ആയിപ്പോ. ഓക്കെ, ഇനി ഓണാക്കണ്ട വണ്ടി. ഓക്കെ, സോ നമ്മുടെ വണ്ടി ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, അതുപോലെ തന്നെ കൂട്ടുകാർക്കും കൂടെ ഷെയർ ചെയ്യുക.